ഓക്കെ, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് നാഷ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ആളവൻ താൻ എന്നുള്ള സിനിമയെക്കുറിച്ചായിരുന്നു. ആ കൊല്ലത്തെ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് VFX കിട്ടിയ ഒരു സിനിമയായിരുന്നത്. അതതിൻ്റെ ഒരു പ്രത്യേകത, 2002 ഇറങ്ങിയ കിൽ ബിൽ എന്നൊരു സിനിമ കണ്ടു കാണുമല്ലോ. അത് കണ്ട് കഥ അറിയാവുന്നതാണ്. അടുത്ത് ക്വിന്റിൻ ടൊറന്റീനോ അദ്ദേഹം വന്നൊരു സിനിമ കണ്ടതിന് ശേഷം ഹി ഗോട്ട് ഇൻസ്പയർഡ് ബൈ ദിസ് മൂവി. എന്നിട്ട് പുള്ളി പറഞ്ഞത് ബ്ലഡ് ഷെഡ്, അതായത് അത്രയും വയലൻസ് ഒക്കെ നമുക്ക് ഗ്രാഫിക്കലി കാണിക്കാൻ പറ്റുന്നുള്ള ഐഡിയ പുള്ളിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം കിൽ ബില്ല് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ആ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ കമൽ സാർ അതിനകത്ത് ഗ്രാഫിക്കലി കാണിച്ചിട്ടുള്ള സാധനമൊക്കെ കിൽ ബില്ലിലും അതിനകത്ത് തന്നെ ഗ്രാഫിക്കലി കുറച്ച് കാണിച്ചിട്ടുണ്ട്. അവരെ ബ്ലഡ് ഷെഡ് കാണിക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല, എന്നാൽ പോലും അതിൻ്റെ ഒരു രസകരമായ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പുള്ളി അതിനകത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര പരിപാടിയായിരുന്നു. 2, നമ്മുടെ സ്വന്തം നവാസുദ്ദീൻ സിദ്ദിഖിയാണ് ഇതിൻ്റെ ഡയലോഗ്. അഭയ് എന്ന അതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ ഉണ്ട്, അഭയ് എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഡയലോഗിൻ്റെ ട്രെയിനർ നവാസുദ്ദീൻ സിദ്ദിഖായിരുന്നു. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, ആളവന്താൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജയം രവി ഇല്ലേ, പുള്ളിയായിരുന്നു അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. പിന്നെ വേറൊരു സംഭവം, നമ്മുടെ സ്വന്തം കീർത്തി ചക്രയിലൂടെയും ബാക്കിയുള്ള സിനിമകൾ കൂടെയൊക്കെയുള്ള നമ്മുടെ സ്വന്തം മേജർ സാബ്, അദ്ദേഹത്തിൻ്റെ ക്യാമിയോ റോള് അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 20 കൊല്ലം എടുത്തെന്ന് ഈ സിനിമ ഇത്രയും നല്ലൊരു സാധനമാണെന്നും അമേരിക്കയിൽ നടന്ന ഫാന്റാസ്റ്റിക് ഫെസ്റ്റിൽ 2016 നടന്ന ഫാന്റാസ്റ്റിക് ഫെസ്റ്റിലാണ് നാട്ടുകാർക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നത് മനസ്സിലാകുന്നതും. ഇത്രയും വലിയ സിനിമ ആണെന്ന് നമുക്കറിയാൻ വേണ്ടി അത് 2023 റിലീസ് ചെയ്തതിന് ശേഷമാണ് അത് വീണ്ടും ഭയങ്കര ഹിറ്റായതും. ആ സമയത്ത് ഒരു ഭയങ്കര ഹിറ്റൊന്നും അല്ലായിരുന്നു, ആൾക്കാർക്ക് പലർക്കും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അത് രസകരമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്താണ് കണ്ടത്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് പോലും ആ പടം എന്ത് പടമാണ്, കാർട്ടൂൺ കാണാനാണ്, ഇതാണോ കമൽഹാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പുള്ളി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു, ഒരു ദിവസം 3-4 ബിരിയാണി കഴിക്കുന്നു, 35 മുട്ട കഴിക്കുന്നു, അത് ചെയ്യുന്നു. അത് അപ്പം തന്നെ അത് നന്ദു എന്ന് പറഞ്ഞ റോളിന് വേണ്ടിയിട്ട്, മറ്റേ മുട്ടയടിച്ച റോളിന് വേണ്ടിയിട്ട്. മറ്റേത് വിജയായിരുന്നു. പുള്ളിക്ക് വേണ്ടിയിട്ട് പുള്ളി മിലിറ്ററി വർക്കൗട്ടും അങ്ങനത്തെ ഭയങ്കര ചിസിൽഡ് ആയിട്ടുള്ളൊരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യമായിട്ട് ഫസ്റ്റ് മോഷൻ കൺട്രോൾ റിഗ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതെന്നുള്ളൊരു പ്രത്യേകത. കമൽഹാസൻ്റെ എല്ലാ സിനിമകളിലും പുള്ളി എന്തെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുമല്ലോ. ഒത്തിരി സാധനങ്ങൾ ഇന്ത്യൻ മൂവിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമൽ സാർ തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് അഗെയിൻ ആണ്ടവരെ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് അറിയിക്കുക. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4.5 out of 5 for this amazingly spellbinding, beautiful movie. Thank you so very much.